മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിൽ വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു UP വിഭാഗം ഫോക്ക് ഡാൻസിൽ നടന്നത്. ഈ മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ച മട്ടാഞ്ചേരി സരസ്വതി വിദ്യാമന്ദിറിലെ ഹൃദുവാണ് മെട്രോ 7 ന്യൂസിനൊപ്പം ചേരുന്നത്. ഹൃദു, എന്തായി, ഹാപ്പി ആയോ? ഹാപ്പി. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അധികം ആളുകൾ ഉണ്ടായിരുന്നു മത്സരിക്കാനായിട്ട്? നോർമലി. എന്നാലും എങ്ങനെയാ, ഇതാരാണ് ഈ ഡാൻസ് എല്ലാം പഠിപ്പിച്ചത്? മിസ്സിന്റെ പേരില്ലേ? വിജയലക്ഷ്മി മിസ്. പിന്നെ ആരെല്ലാം സപ്പോർട്ട് ചെയ്തു? എല്ലാരും സപ്പോർട്ട് ചെയ്തു. എത്ര നാളായി ഋതു ഈ നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട്? 8 വർഷമായി. അപ്പൊ ഈ 8 വർഷവും ടീച്ചർ തന്നെയാണോ പഠിപ്പിച്ചത്? അല്ല, ഞാനൊരു 3 വർഷമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ആള് കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ആദ്യം എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ നോർമലി ക്ലാസ്സസും കാര്യങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അടുത്ത് റെഗുലർ സ്റ്റുഡൻ്റായി ജോയിൻ ചെയ്തു. അങ്ങനെ. എങ്ങനെയുണ്ട് ഇയാളുടെ പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? ഇയാള് നല്ല ഹാർഡ് വർക്കർ ആണ്. അതിനനുസരിച്ച് ഇന്നലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇന്നലെ കുച്ചിപ്പുടിക്കായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇന്ന് അതേപോലെ നമുക്ക് ഫോക്ക് ഡാൻസിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ സന്തോഷം. ഋതുവിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ് മെട്രോ 7 ന്യൂസിന്റെ പേരിൽ. ചേച്ചി സട്ടുകുട്ടി കാലം വേണോ? സട്ടുകുട്ടി കാലോ തന്നിന്നാനെ 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 താനക ചിന്തക താനക ചിന്തക തന്നിന്നാനെ തന തന ചിന്തക ചിന്തക തന്നിന്ന താനിന്ന താനിന്നാനെ തെക്ക് 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 തെങ്ങോല പാടുന്ന കേരള നാട്ടിൽ വന്നവഞ്ഞ സട്ടുകുട്ടി കാലം എത്തിക്കുവാൻ കാലങ്ങളെ വന്നവഞ്ഞ കുമ്പാല കോളനിയാണേ കുണ്ടിപ്പുഴ തീരത്തന്നാണേ സർക്കാർ പാടി തന്നൊരു ലക്ഷം വീട്ടു താമസമാണേ. പക്ഷേ കാഴ്ചയില്ല കാണാൻ കഴിയില്ല. കളിമണ്ണ ചവിട്ടി കാൽ തളർന്നൂരിയായി മാറിയ പുരുഷൻ പ്രായം തളർത്തിയ ആവണമ്മയും കൂടിക്കൂടി നടന്നിരുന്നു. സങ്കടമില്ല എൻ വിധി ഇതിലേറെ ദുഃഖിതമല്ലേ പരിഭവം പറയാതെ കുലത്തൊഴിൽ ചെയ്ത് പരമ നിറയ്ക്കു നീ കുമരിമുത്തു. എന്തേലും മുടക്കാതെ ഉണ്ട് കളക്ടറുണ്ട് തപ്പുണ്ടാകുന്ന പശയടഞ്ഞു മഴക്കാര്യമാക്കാതെ തല ചുമടേന്തി നാടായ നാടെല്ലാം പോയവൾ ഞാൻ തിരിച്ചെത്തുപാട് പെരുമഴയായി കൂട്ടിനെ കാത്തും കിടി നിന്നു വാതിലടച്ചു ഞാൻ വേഗം കുഞ്ഞിനെ മാറോടങ്ങു ചേർത്തു. അത്താഴമുണ്ടാക്കി വർത്തു നൽകി ഞാൻ പാത്രം കഴുകുവാൻ മുറ്റത്തിറങ്ങി. അടുക്കളപ്പടിയോളം വെള്ളം മഴമാറി വെള്ളം പോകുമല്ലോ മനസ്സിൽ പറഞ്ഞു ഞാൻ വാതിലടച്ചു. കണവനെയും അമ്മയെയും കിടത്തി ഞാൻ കട്ടിലിൽ കുഞ്ഞുമായി തറയിൽ പാടി കിടന്നു. രാത്രി എപ്പോഴോ കാലി നനവെത്തി അകം നിറയെ വെള്ളം പാരിയെടുത്തു ഞാൻ പൊന്മകളെ വാതിൽ തുറന്നങ്ങു നോക്കും നേരം ചെത്തി കുഞ്ഞിപ്പുഴ അടിനെത്തി ഞാനും വീണുപോയി. കൺചുമ്മി അടയും അതിനു മുമ്പേ വീടാ
സമാധിയിലാണ്ടുപോയി കൺമുന്നിൽ കണവന് പെട്ടമ്മയും ജലസമാധിയിലാണ്ടുപോയി തുടിക്കും കുഞ്ഞിലെ ചേനയാൽ മുതലോട് ചേർക്കുന്ന വീട്ടിൻ മുകളിലായി നീങ്ങിയെത്തി ഭയാനകം കരുതള്ളി കൊന്ന തെന്നോളം ഉയരത്തിൽ പുഴയൊഴുകുന്നു അലറുന്ന മലവെള്ളത്തിൽ അടിപതറാതെ ഞാൻ കുഞ്ഞിനെ തോളിൽ കയറ്റി നിന്നു കൈ തളരുന്നു കാൽ കുഴയുന്നു അടുത്തെത്തിയപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി പ്രസംഗ മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയ പള്ളുരുത്തി SDPY ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ജനയാണ് മെട്രോ 7 ന്യൂസിനൊപ്പം ചേരുന്നത്. അഞ്ജന, എന്തുണ്ട് വിശേഷം? സുഖം. എങ്ങനെയുണ്ടായിരുന്നു മത്സരത്തിന് പങ്കെടുക്കാൻ വന്നപ്പോൾ? സന്തോഷമായിരുന്നു. കുറെ കുട്ടികളെ പരിചയമുള്ളവരെ തന്നെ കുറെ പേരെ കാണാൻ പറ്റി, പണ്ട് പഠിച്ചവരെയൊക്കെ. അതുകൊണ്ട് മത്സരം എങ്ങനെയായിരുന്നു? മത്സരം ഒരു 3-4 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ മത്സരത്തിന്. അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും ചെയ്തിരുന്നു. ഈ ഹിന്ദി പ്രസംഗം, ആ ഒരു പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കാനുള്ള ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതൽ എനിക്ക് ഹിന്ദി കാർട്ടൂൺസ് കാണലായിരുന്നു ഭയങ്കര ആകർഷണമായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ട് അത് ഹിന്ദി പഠിച്ചെടുത്തതാണ്. പറയാൻ ഹിന്ദി എളുപ്പമാവാൻ തുടങ്ങി. വേറെ ട്രെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അങ്ങനെ പറഞ്ഞ് പഠിച്ചതാണ്. എന്തായിരുന്നു ഹിന്ദി പ്രസംഗത്തിന് സബ്ജക്ട് എന്തായിരുന്നു കിട്ടിയത്? സബ്ജക്ട് യുദ്ധം ഒന്നിന്റെയും പരിഹാരമല്ല എന്നുള്ളതായിരുന്നു സബ്ജക്ട് കിട്ടിയത്. എങ്ങനെയാ അവതരിപ്പിച്ചത്? എന്തായിരുന്നു ഒന്ന് പറയാമോ? അവതരിപ്പിച്ചത് ഇപ്പോൾ നമ്മുടെ ഇപ്പൊ തന്നെ നടക്കുന്ന കുറെ കാര്യങ്ങൾ, കുറെ യുദ്ധങ്ങൾ നടക്കുന്നുള്ളൂ, ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂസും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഓരോ മനുഷ്യരുടെ അകത്ത് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഭയങ്കര വലുതായിട്ട് യുദ്ധത്തെ എന്താണ് പറയാ, യുദ്ധത്തെ പറ്റി ചിന്ത വരുന്നുണ്ട്, എന്തിനും ഏതിനും യുദ്ധത്തിന്റെ രീതിയിലേക്ക്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ തന്നെയാണ് പരാമർശിച്ചത്. ഏതായിരുന്നാലും ജില്ലാതലത്തിലൊക്കെ വലിയ വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പനയോലപ്പായ വിരിച്ച് മോളെ സഹിക്കാനില്ലേ നാത്തൂനെ പനയോലപ്പായ വിരിച്ച് വായേലൊരറിഞ്ഞു പൊരിച്ച് കാതുമുത്താൻ മാമന്മാരിപ്പ വരൂ പൊന്നേ ഇപ്പ വരൂ നീ കണ്ണു തുറക്കേ ഫോക്ക് ഡാൻസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. വളരെ വാശിയേറിയ മത്സരത്തിൽ LP വിഭാഗത്തിൽ ഫോർട്ട് കൊച്ചി സെയിൻറ്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിലെ ക്രിസ്റ്റ മരിയയാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ക്രിസ്റ്റ മരിയ മെട്രോ 7 ന്യൂസിനൊപ്പം ചേരുകയാണ്. ക്രിസ്റ്റ, സന്തോഷമായോ? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കൊള്ളാം. അടിച്ചു പൊളിച്ച് മത്സരിച്ചോ? എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാനായിട്ട്? 28 പേരുണ്ടായിരുന്നു. മത്സരിച്ചപ്പോൾ ആരാണ് ഇതിന് പ്രാക്ടീസ് എല്ലാം തന്നത്? ആന്റണി സാറാണ്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. നല്ല സപ്പോർട്ടായിരുന്നു. പാരന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്തോ? കണ്ണാടിയാറ്റിൽ മുഖം നോക്കും നിളമയിലെ നീ കണ്ടോടി എന്റെ പ്രിയനെന്നെ പുണരുമ്പോൾ എന്നുള്ളിൽ തുളുമ്പും നാണം കണ്ടതാരോടും ഉണ്ടരുതേ. അവൻ എന്റെ കാതിൽ വട്ടാൻ കേൾക്കാതെ പറഞ്ഞൊരു കിന്നാരം കേട്ടതാരോടും പറയരുതേ. നാവേറു കണ്ണേറു ദോഷങ്ങൾ തീർക്കാൻ നാഗന്മാരുടെ ശാപം തീർക്കാൻ ഉള്ളൊരു ഗുണം നീട്ടീണത്തിൽ പാടി നാളായി ചുറ്റി നടക്കുമ്പോൾ നാലുകെട്ടുന്നടമുത്തോ പടിപ്പുറ മാളികയിൽ ആ തറവാട്ടിലും നീക്കി നാവേറ് പാടുമ്പോളിൽ പടിയിരുന്ന കൊല്ലുന്നു കൊച്ചുതമ്പ്രാൻ കവിളത്തെ മറുകിൽ വിരലാ തടവി കണ്ണുടയാളൻ മനം കവർന്നു എന്റെ മനം കവർന്നു.
രാജാവിന്നു വിളക്ക് വെക്കി മന്തി ഒരു സ്വർണ്ണനാഗമായി ഇഴഞ്ഞു വന്നു എന്നിൽ പടർന്നു നിന്നു. കളവടിക്കും ചെറുതു കൂട്ടം കളിവാക്കെറിഞ്ഞു എന്നെ കണ്ണിലെന്റെ പുത്തങ്കനം അതിനാത്തം. പടിപ്പുറവാതിൽക്കൽ കുലവാഴത്തോരണം അകത്തു നാഗസ്വരത്തിൻ മേളം. കഥയറിയാതെ വന്ന പുള്ളോത്തിപ്പെണ്ണെ ഈ കല്യാണ വീട്ടിലോടി നാവേറുപാട്ട്. 10 മാസം കഴിഞ്ഞാട്ടെ ഉണ്ണിയൊന്ന് പിറന്നാട്ടെ അന്ന് നാവേറുപാട പുള്ളോത്തിപ്പെണ്ണെ. ഇടനെഞ്ചു മുറിയുന്ന വേദനയോട് അടിവയർ വിങ്ങുന്ന വേദനയോട് ശിരകാട്ടിലല്ലേ നടന്നു മുഖമില്ലാത്തൊരു പുള്ളുവത്തി. കഥയറിഞ്ഞു കരിനാഗമായി ചീറ്റിയപ്പൻ ഒരു ബന്ധു വീട്ടിൽ ഞാൻ കടവിലായി. ഉദരത്തിൽ വാഴും എൻ കുഞ്ഞിലെ കൊല്ലരുതെന്നു ഞാൻ കെഞ്ചി പറഞ്ഞു. പിറക്കാത്തൊരുണ്ണിക്ക് താരാട്ടുമായി പത്തുടുപ്പ് തുന്നിയും നാ കഴിച്ചു. കുഞ്ഞിനെ കാണുവാൻ മനം തുടിച്ചു. അവനെ ചാരത്തു ഞാൻ തിരഞ്ഞു. കുഞ്ഞു ചാപ്പിള്ളയായിരുന്നു അതിനെ ഞങ്ങൾ ഒഴിച്ചു മൂടി. നുണയാണിതു പെരും നുണ നിങ്ങളച്ഛനോ അതോ ആരാച്ചാരോ. നൊന്തു ഞാൻ പെറ്റത് ചാപ്പിള്ളയല്ലതിന്റെ കുഞ്ഞിക്കരച്ചിൽ ഞാൻ കേട്ടതല്ലേ. കവിളിലെ ഓമന മറുകും ഞാൻ കണ്ടതല്ലേ. പൊന്നുണ്ണിയെ നാളം താക്കാനായി കളഞ്ഞുവോ. ആരം പറഞ്ഞറിഞ്ഞു നാഗത്തങ്കാവിന്റെ കേത്തൊടിയിൽ ഒരു കുഞ്ഞു പൈതലിൻ ജനം കണ്ടുവെന്ന്. അലമുറയിട്ടോടി കണ്ടു ഞാൻ കാക്കകൾ പൊട്ടിപ്പറിച്ചതെന്നും കരുവറായ്കൾ കടിച്ചെടുത്ത കുഞ്ഞിക്കൈയും കവിളിലെ ഓമനമറുകും ഉണ്ണി. കുഞ്ഞിനെ അമ്മ തൻ നെഞ്ചിൽ നിന്നടത്തിയിൽ കുലത്തിന്റെ മാനം കാക്കുന്ന കൂട്ടരെ ജഗമ